ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നാം ക്ഷീണിച്ച് നിരാശപ്പെട്ട് പിന്മാറിപ്പോകാറുണ്ട്. വിശുദ്ധ ബൈബിളിൽ അങ്ങനെയൊരു സംഭവം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് രാജാവ് തനിക്കെതിരെ യെബൂസ്യർ വെല്ലുവിളിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2 ശമൂവേൽ 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, സിയോൻ കോട്ട നിങ്ങൾക്ക് പിടിക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ കഴിയത്തില്ല, നിങ്ങളെ മുൻപോട്ട് പോകത്തില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്ന ദാവീദ് പറയുന്നു, നിശ്ചയമായിട്ടും ഞങ്ങൾ അത് പിടിച്ചെടുക്കും. സ്വന്തം കഴിവുകൊണ്ടും സാമർത്ഥ്യം കൊണ്ടുമല്ല, മറിച്ച് ദൈവം കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളത് നേടി എടുക്കും എന്നൊരു തീരുമാനം ദാവീദിൻ്റെ ഉള്ളിൽ ഉണ്ടായി. അത് നമുക്ക് 2 ശമൂവേൽ പുസ്തകം 5-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിനവിടെ കടപ്പാൻ കഴിയില്ലെന്ന് വെച്ച് അവർ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല, നിന്നെ തടുപ്പാൻ കുരുടന്മാരും മുടന്തരും മതി എന്ന് പറഞ്ഞു. 7-ാം വാക്യം പറയുന്നത്, എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു. അത് ദാവീദിന്റെ നഗരം തന്നെ. അവിശ്വാസവും പ്രതിസന്ധിയും കടന്നു വന്നപ്പോൾ വിശ്വാസത്തിന്റെ ഒരു ചുവട് വെച്ച ദാവീദിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ബോൾഡായിട്ടുള്ള ഒരു ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഈ യെബൂസ്യർ ദാവീദിനെ കളിയാക്കുമ്പോൾ ദാവീദിന്റെ ഉള്ളിലൊരു ബോധ്യമുണ്ടായിരുന്നു, വിത്ത് ഗോഡ് ഇറ്റ് ഈസ് പോസിബിൾ. ദൈവത്താൽ അത് സാധ്യമാണ്, കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ വലിയ കോട്ടകൾ, വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കണം, നമുക്ക് കഴിയത്തില്ല, പക്ഷേ കർത്താവിന് അത് കഴിയും. യോവാബ് എന്ന് പറയുന്ന ഒരു സൈനിക നായകനെ അവിടെ കാണുന്നുണ്ട്. ഈ യോവാബാണ് ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്യാൻ മുൻപിൽ നിന്നത്. ഈ യോവാബിൻ്റെ തീരുമാനം കൊണ്ട് ഒരുപക്ഷെ ഈ മറ്റ് പ്രതിസന്ധികളെല്ലാം മധ്യത്തിൽ ഈ കോട്ടയെ തകർക്കാൻ, ഇതിനപ്പുറത്തെ കടക്കാൻ അവർക്ക് കഴിഞ്ഞു. മാത്രമല്ല, ഈ യോവാബ് തനിക്ക് ലഭിച്ച വിജയത്തിൻ്റെ മുഴുവൻ അംഗീകാരവും അല്ലെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ദാവീദിന് കൊടുക്കുക. യുദ്ധം ജയിക്കാറാകുമ്പോഴത്തേന് ദാവീദിനെ വിളിച്ചു പറയും, ദാവീദെ നീ വരണം, നമ്മൾ യുദ്ധം ജയിക്കാറായി, നീ ഇവിടെ കാണണം. കാരണം ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരാളായി യോവാബിനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം തനിക്ക് ദൈവസന്നിധിയിൽ സ്വന്തം പേരുയരുന്നതിനേക്കാൾ ഉപരിയായി രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തു. പല സമയങ്ങളിലും നമുക്കറിയാം, നമ്മൾ സ്വന്തം പേരുയരാനും നമുക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ വിട്ടുകളയാതിരിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ യോവാബ് താൻ നേടിയ വിജയത്തെ മുഴുവനായി ദാവീദ് രാജാവിനെ ഏൽപ്പിച്ചു പറയുന്നു, നീയാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, നീയാണ് ഈ വിജയം ആഘോഷിക്കേണ്ടത്. അങ്ങനെ വിശ്വാസത്താൽ ഇവർ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഇവർക്ക് ഈ സിയോൻ കോട്ട പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പിന്നീട് ഉള്ള കാലങ്ങളിൽ ദാവീദിന്റെ നഗരമായി തന്നെ സിയോൻ അറിയപ്പെടുന്നുണ്ട്. ആലയത്തെ അവർ പണിതതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അപ്പം നമുക്ക് ആ ധൈര്യത്തോടെ മുൻപോട്ട് പോകും. നമ്മുടെയൊക്കെ മുമ്പിൽ ഒത്തിരി പ്രതിസന്ധികൾ കാണുമായിരിക്കും. The walls you conquer today becomes testimonies for tomorrow. ഇന്ന് നിങ്ങൾ തകർക്കുന്ന ഈ ഓരോ മതിലുകളും നാളെ നിങ്ങൾക്കുള്ള സാക്ഷ്യത്തിൻ്റെ ഒരു മുഖാന്തരമായി തീരാൻ ദൈവം കൃപ ചെയ്യും. ദാവീദിനെ പോലെ വിശ്വാസത്താൽ നമുക്ക് ഈ പ്രതിസന്ധികളെ നമുക്ക് അഭിമുഖീകരിക്കാം. യോവാബിനെ പോലെ ധൈര്യത്തോടെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചില മതിലുകളെ നമുക്ക് പിടിച്ചടക്കാനായി മുന്നോട്ടിറങ്ങാം. അപ്പം നമുക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് അസാധ്യങ്ങളെ കർത്താവ് സാധ്യമാകും. നിങ്ങൾ കാണുന്ന പ്രതിസന്ധി എന്താണ്? നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പ്രശ്നം എന്താണ്? വന്മതിൽ എന്താണ്? ബൈബിളിലൊക്കെ നമുക്ക് ഹെരികോ കോട്ട തകർത്തതിനെ കുറിച്ചൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഏത് മതിലിനെയും തകർക്കാൻ കർത്താവിന് കഴിയുമെന്നുള്ളത് കൊണ്ട് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നിങ്ങൾ ചുവടുവയ്ക്കണം. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളോ കടഭാരമോ ബുദ്ധിമുട്ടോ രോഗാവസ്ഥ എന്തുമായിരിക്കും, ധൈര്യത്തോടെ പറയണം, കർത്താവ് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ പേടിച്ചു പോകുന്നില്ല. നിങ്ങൾക്ക് അസാധ്യമെന്നും പറഞ്ഞ് ജീവിതം തീർന്ന് ഇനിയും പ്രതീക്ഷയില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത്, ദൈവത്താൽ നിങ്ങൾക്ക് വിജയമുണ്ട്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയത്തില്ല. ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പടപൊരുതുന്നു, നിങ്ങൾക്കെതിരെ അപമാനങ്ങൾ പ്രചരിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, വറി ചെയ്യേണ്ട, വിഷമിക്കേണ്ട. ധൈര്യത്തോടിരിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് തടയപ്പെട്ട വഴികളെ ദൈവം തുറക്കും. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയണം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് ഇന്നും വിശ്വസ്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാം, നമ്മുടെ മുമ്പിൽ ഏത് കോട്ട വന്നാലും അതിനെ തകർക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. രോഗം, പ്രതിസന്ധി എത്ര ഉയർന്നു നിന്നാലും അതിനേക്കാളും വലിയൊരു ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ഉള്ളിലും ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയായി തീരട്ടെ. നമ്മൾ ഉരുവിടുന്ന കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെതായി തീരട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് കർത്താവിൽ ഉറച്ചു വിശ്വസിക്കാം, കർത്താവിൽ ആശ്രയിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യത്തോടെ മുൻപോട്ട് പോവുക. കർത്താവിൽ നമുക്ക് വിജയം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുക. താങ്ക് യു സോ മച്ച്.